നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ തന്നെ നമ്മളിപ്പോൾ ജീവിക്കുന്ന മനുഷ്യൻ നമ്മുടെ പൂർവികരും തമ്മിൽ വളരെ വളരെ വ്യത്യാസം ഉണ്ടായിരുന്നു. നമുക്ക് പുതിയ കഴിവുകൾ, നമുക്ക് പറ്റുന്ന, നമുക്ക് ചിന്തിക്കാനുള്ള കഴിവ്, അങ്ങനെ പല കഴിവുകൾ പുതിയതായി ലഭിക്കും തോറും തന്നെ നമുക്ക് പഴയ പല കഴിവുകളും നഷ്ടപ്പെട്ടുകൊണ്ടിരുന്നു. അങ്ങനെ നമ്മുടെ ശരീരത്തിൽ, നമ്മുടെ ബോഡി പാർട്സിൽ, നമ്മുടെ ഫിസിക്കലി കാണാൻ കഴിയുന്ന പാർട്ടുകൾ നഷ്ടപ്പെട്ട കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ സംസാരിക്കാനായിട്ട് പോകുന്നത്. എൻ്റെ പേര് ആദർശ്. ഇന്നത്തെ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ആദ്യം തന്നെ ഫസ്റ്റ് നമുക്ക് പറയാനുള്ള കാര്യം എന്ന് പറയുന്നത് നമ്മുടെ പൂർവികർക്ക്, നമ്മുടെ മനുഷ്യരുടെ പൂർവികർക്ക് വാലുണ്ടായിരുന്ന കാര്യമാണ്. നിങ്ങളിത് വിശ്വസിച്ചാലില്ലെങ്കിലും മനുഷ്യർക്ക് എല്ലാവർക്കും വാലുണ്ടായിരുന്നു. നമുക്ക് ഈ വാലിന്റെ അഗ്രഭാഗം ഇപ്പോഴും നമ്മുടെ കുറുക്കിന്റെ നട്ടലിന്റെ ഏറ്റവും അഗ്രഭാഗത്തായിട്ട് കാണാൻ സാധിക്കും. കോക്സിൽ എന്നാണ് ഈ ഒരു പാർട്ടിന്റെ പേര്. നമ്മൾ ഈ വീഡിയോ കണ്ടിരിക്കുന്ന നിങ്ങളും ഞാൻ ഉൾപ്പെടെ എല്ലാവർക്കും തന്നെ കുഞ്ഞായിരിക്കുന്ന സമയത്ത്, ഒരു 4 ആഴ്ചയൊക്കെ പ്രായമുള്ള, നമ്മൾ വയറിൽ കിടക്കുന്നില്ലേ, ആ ഒരു 4 ആഴ്ചയൊക്കെ പ്രായമുള്ള എംബ്രിയോ ആയിരിക്കുന്ന സമയത്ത് നമുക്ക് ടെയിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഒരു 4-5 മാസമൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും പതിയെ നിങ്ങൾ നശിച്ച് നമ്മുടെ ടെയിൽ ബോൺ നഷ്ടപ്പെടുകയാണ് ചെയ്യുന്നത്. 3-4 ആഴ്ചയെ നമ്മുടെ മനുഷ്യ കുഞ്ഞും അതുപോലെ നമുക്ക് പല ഇഴജീവികളെ കാണാൻ സാധിക്കില്ലേ, അവരുടെ കുഞ്ഞും നമ്മളുടെ വളരെ സിമിലർ ആയിരിക്കും. എന്നാൽ വളരും തോറുമാണ് നമ്മുടെ ബോഡി പാർട്സ് ഡെവലപ്പ് ചെയ്യുകയും ടെയിൽ പോർഷനൊക്കെ റിമൂവ് ആയി നമ്മുടെ മനുഷ്യന്റെ രൂപമായി മാറുന്നത്. എന്നാൽ റെയർ കേസസിൽ, വളരെ റെയർ ആയിട്ടുള്ള കേസസിൽ മാത്രം വാലോടുകൂടി തന്നെ മനുഷ്യൻ ജനിക്കാറുമുണ്ട്. ഈ വാലിനെ സർജറിയോടുകൂടി തന്നെ റിമൂവ് ചെയ്യാറുണ്ട്. നമുക്ക് തന്നെ ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് നോക്കിയാൽ മനസ്സിലാവും, ഇങ്ങനെ പല ഇൻസിഡൻസും നമുക്ക് ചുറ്റും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന ഒരു കാര്യമാണ്. ടെയിലിന് ഉണ്ടായിരുന്ന മെയിനുള്ള ഫംഗ്ഷൻ എന്ന് പറയുന്നത്, ഇരിക്കുന്ന സമയത്തൊക്കെ നമ്മുടെ ബാക്ക് ബോണിനെ സ്ട്രെയിറ്റ് ആയിട്ട് നിവർത്തി ഇരിക്കുന്നതിനും അതുപോലെ നമുക്ക് നമ്മൾ വീഴാൻ പോകത്തില്ലേ, അതിനൊക്കെ പകരം സപ്പോർട്ട് നൽകി നമ്മളെ സ്റ്റിഫായിട്ട് സ്റ്റേണായിട്ട് ഇരിക്കുന്നതിനൊക്കെ ടെയിൽ ബോണും ടെയിലും നമുക്ക് വളരെയധികം ഫംഗ്ഷൻ നൽകിയിരുന്ന ഒരു കാര്യമായിരുന്നു. എന്നാൽ മനുഷ്യന്റെ ഡെവലപ്മെന്റ് വന്നതോടെ തന്നെ നമുക്ക് ആ ആവശ്യമില്ല. നമ്മൾ ചെയർ പോലത്തെ പല കാര്യങ്ങളും ഡെവലപ്പ് ചെയ്യുകയും നമുക്ക് ടെയിലിന്റെ ആവശ്യം, അങ്ങനെ നമുക്ക് ഇരിക്കുന്നതിനും അല്ലെങ്കിൽ മരത്തിൽ കയറാനുള്ള ആവശ്യമില്ലാത്തതിനാൽ തന്നെ ഒരു ടെയിലിന്റെ ആവശ്യം നമ്മുടെ ബോഡിയിൽ നിന്ന് റിമൂവ് ആവുകയായിരുന്നു. ഇത് ഒറ്റ ദിവസം കൊണ്ട് സംഭവിച്ച കാര്യമൊന്നുമല്ല. പല വർഷങ്ങളായിട്ട്, ആയിരക്കണക്കിന് വർഷങ്ങളായിട്ട് ഇങ്ങനെ പതിയെ അതിന്റെ ആവശ്യം കുറയും തോറും നമ്മുടെ ബോഡിയിൽ ഉണ്ടായ ചേഞ്ചസ് ആണ് ഇതൊക്കെ. അടുത്ത് രണ്ടാമതായി മനുഷ്യരുടെ സ്വഭാവത്തിനെ പറ്റിയാണ്. പാമർ ഗ്രാബ് റിഫ്ലെക്സ് എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ കുഞ്ഞു കുട്ടികൾ അല്ലെങ്കിൽ ചെറിയ കുഞ്ഞു വാവകളൊക്കെ നമ്മൾ നോക്കിയാൽ മനസ്സിലാവും, നമ്മളവരെ എടുക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മളവരെ ലാളിക്കുമ്പോഴത്തേക്കും നമ്മുടെ വിരലിൽ അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ അവർ അള്ളിപ്പിടിച്ചിരിക്കാറുണ്ട്. നമ്മൾ എത്ര ബലം പ്രയോഗിച്ചു തന്നാൽ ശരി തന്നെ അത് അള്ളിപ്പിടിച്ചുകൊണ്ട് ഇരിക്കാറുണ്ട് അല്ലേ. അത് മാത്രമല്ലാതെ ഉറങ്ങുന്ന സമയത്തായിരുന്നാൽ പോലും അടുത്തിരിക്കുന്ന എന്ത് സാധനമായിരുന്നാലും അതിനെ അള്ളിപ്പിടിച്ച് ഉറങ്ങുന്ന സമയത്ത് പോലും വിടാതെ മുറുകി പിടിച്ചുകൊണ്ട് ഇരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ പാമർ ഗ്രാബ് റീഫ്ലെക്സ് ആണ്. നമുക്കറിയാലേ, ഈ പല കുരങ്ങ് പോലത്തെ പല ജീവികളിലും, പല മാമൽസിലും ഒക്കെ തന്നെ ഈ കുഞ്ഞ് എപ്പോഴും അമ്മയോട് കൂടി തന്നെ ഉണ്ടാവും. അമ്മയോട് കൂടി മുറുകെ പിടിച്ച് എപ്പോഴും അവർ ഒരുമിച്ചായിരിക്കും നടക്കുന്നത് പോലും. ഈ ഒരു ജീൻസ് എക്സിസ്റ്റ് ചെയ്യുന്നവരാണ് നമ്മുടെ കുഞ്ഞുങ്ങൾക്കും ഈ ഒരു സ്വഭാവം നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവരുടെ ഒരു സേഫ്റ്റിക്കായിട്ട് കൂടെയുള്ള ഒരാളെ എപ്പോഴും മുറുകെ പിടിച്ച് അവരുടെ സേഫ്റ്റി ഉറപ്പുവരുത്താനായിട്ട് ശ്രമിക്കും. എവല്യൂഷനൊക്കെ ഇത്രയും സംഭവിച്ചിട്ടുണ്ടെങ്കിലും ഈ ഒരു ക്യാരക്ടർ ഇപ്പോഴും ഇങ്ങനെ തലമുറകളെ കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. അടുത്ത മൂന്നാമതായി നമ്മൾ പറയാൻ പോകുന്നത് നമ്മുടെ മൂന്നാമത്തെ കൺബോളുകളെ പറ്റിയാണ്. നമുക്ക് 2 കൺബോളുകളല്ലേ ഉള്ളൂ, എന്നാൽ നമ്മുടെ പൂർവികർക്ക് 3 കൺബോളുകൾ ഉണ്ടായിരുന്നു. നമുക്കറിയാം, നമ്മുടെ മുതല, പല പക്ഷികൾ, അങ്ങനെ പല ജീവികൾക്ക് നമ്മൾ നോക്കിയാൽ മനസ്സിലാവും 3 കൺബോൾ. അവ ലാസ്റ്റായിട്ട് 2 ലിഡും അതിനോടൊപ്പം തന്നെ കവറിങ്ങിനായിട്ട് ഒരു എക്സ്ട്രാ കോട്ടിങ്ങിനും ഉണ്ടാവും. ഈ മൂന്നാമത്തെ കൺബോൾ നമ്മുടെ മനുഷ്യർക്കും ഉണ്ടായിരുന്നു. എന്നാൽ അതിന് മെയിനായുള്ള ധർമ്മം എന്ന് പറയുന്നത്, നമുക്കറിയാം നമ്മുടെ പൂർവികർ എല്ലാവരും തന്നെ ഹണ്ടർ ഗ്യാദറേഴ്സ് ഒക്കെ ആയിരുന്നു. പറയുമ്പോൾ വേട്ടയാടി മൃഗങ്ങളെയും പക്ഷികളെയൊക്കെ വേട്ടയാടി എല്ലാം ഫുഡൊക്കെ തേടിക്കടിച്ച് കണ്ടുപിടിക്കുന്ന. എന്നാൽ ഇപ്പോൾ ആ മനുഷ്യരുടെ കാര്യം നമുക്ക് നോക്കിയാൽ തന്നെ മനസ്സിലാവും, ഒരിക്കലും നമുക്കൊന്നും ആവശ്യം വരില്ല. ഗ്രോസറി സ്റ്റോഴ്സ്, അങ്ങനെ പല സ്റ്റോഴ്സ് നമുക്ക് പോവുക, പണം കൊടുക്കുക, സാധനങ്ങൾ മേടിക്കുക. വേട്ടയാടുന്നില്ല, നമ്മൾ പൊടിയിലേക്ക് ഒന്നും പോകത്തില്ല. സൺഗ്ലാസ്സുള്ള പല കാര്യങ്ങൾ നമ്മൾ ഉപയോഗിച്ച് നമ്മളെ ഐസിനെ അല്ലാതെ പ്രൊട്ടക്ട് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു 3rd ഐലൻഡിന്റെ ആവശ്യമില്ലാത്ത കാരണം പല വർഷങ്ങളായി, ഈ നൂറ്റാണ്ടുകൾ കൊണ്ട് ഇങ്ങനെ ആവശ്യമില്ല നമ്മൾ യൂസ് ചെയ്യാത്തത് കാരണം തന്നെ നമുക്ക് ആ ഒരു 3rd ഐലൻഡ് നമുക്ക് നഷ്ടപ്പെടുകയായിരുന്നു. എന്നാൽ ഇപ്പോഴും ഇതിന്റെ പാർട്സ് നമ്മുടെ കണ്ണിൽ നമുക്ക് കാണാൻ സാധിക്കും. നമ്മുടെ കണ്ണിന്റെ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ റൈറ്റ് സൈഡിന്റെ അറ്റത്ത്, നമ്മുടെ ഏറ്റവും സെന്ററായിട്ട് മൂക്കിനോട് ചേർന്നുള്ള ഭാഗത്ത് നോക്കുമ്പോൾ മനസ്സിലാവും നമുക്ക് ചെറിയൊരു പോളയുടെ അംശം അല്ലെങ്കിൽ പിങ്ക് കളറിൽ ചെറിയൊരു പോർഷൻ നമുക്ക് കാണാൻ പറ്റും. അത് ഈ ഐലിഡിന്റെ ഇവല്യൂഷൻ സംഭവിച്ചത് ചുരുങ്ങി വന്ന അറ്റത്തേക്ക് ചേർന്ന് നിൽക്കുന്ന ഒരു ഭാഗമാണ്. തീർച്ചയായിട്ടും കുറെ നാളുകൂടെ കഴിയുമ്പോഴേക്കും നമുക്ക് ആ കാണാൻ പറ്റുന്ന ആ ഒരു ഭാഗം പൂർണ്ണമായിട്ട് നഷ്ടപ്പെടും. അടുത്തതായി പറയാനുള്ള നമ്മുടെ പല്ലിന്റെ കാര്യമാണ്. നമുക്ക് ഇപ്പോൾ ശ്രദ്ധിച്ചിട്ടുണ്ട്, ഏറ്റവും ബാക്ക് സൈഡിലായിട്ടൊരു പല്ലുണ്ടാവുമല്ലോ, അത് വളർന്നു വരുന്ന സമയത്തായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ പെയിൻ അനുഭവിക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഇപ്പോഴുള്ള മിക്ക ആൾക്കാർക്കും ഈ ഒരു പല്ല് മുളയ്ക്കാറില്ല അല്ലെങ്കിൽ മുളച്ച് വരാറില്ല. ഈ വിസ്ഡം ടീത്ത് എന്നാണ് നമ്മൾ പറയുന്നത്. ഈ വിസ്ഡം ടീത്തിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയില്ല, പണ്ട് കാലങ്ങളിൽ ഫുഡൊന്നും തന്നെ ഒന്നും കുക്ക് ചെയ്യത്തില്ല എന്ന്. മീറ്റ് ആയിരുന്നാലും ശരി തന്നെ, വെജിറ്റബിൾസ് ആയിരുന്നാലും ശരി തന്നെ, എന്ത് തന്നെ കാര്യങ്ങളായിരുന്നാലും കുക്ക് ചെയ്യാൻ ഡയറക്റ്റായിട്ട് നമ്മൾ കഴിച്ചുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ മാക്സിമം നമ്മൾ കഴിക്കുന്നതായിട്ട് മാക്സിമം യൂട്ടിലൈസ് ചെയ്തിട്ടുള്ളത് നമ്മുടെ ബാക്ക് സൈഡിൽ, ഏറ്റവും ബാക്ക് സൈഡിലുള്ള
ടീത്താണ് നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരുന്നത്. എന്നാൽ നമ്മൾ പതിയെ കഴിക്കുന്ന ഫുഡെല്ലാം വേവിച്ച് നല്ല സോഫ്റ്റായി അങ്ങനെ മൃദുവായ ഫുഡൊക്കെയാണ് നമ്മൾ ഇപ്പോൾ കൂടുതൽ കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ ബാക്ക് സൈഡിലുള്ള വിസ്ഡം ടീത്തിൻ്റെ ആവശ്യമില്ലാത്തത് കാരണം തന്നെ മിക്കവർക്കും ഇപ്പോൾ വിസ്ഡം ടീത്ത് വളരാറില്ല. നിങ്ങളുടെ ഫാമിലി തന്നെ ഉള്ള ആരെങ്കിലും നോക്കിയാൽ മനസ്സിലാവും ഏറ്റവും ബാക്ക് സൈഡിലുള്ള ഈ ടീത്ത് മുളച്ച് വന്നിട്ടുണ്ടാവില്ല. മറ്റൊരു കാര്യം കൂടെ പറയാനുള്ളത്, നമ്മുടെ പല്ലിൻ്റെ മൂന്നാമത്തെ പല്ല് നമുക്കറിയത്തില്ല, തേറ്റപ്പല്ല് നമ്മൾ പലരും പറയാറുണ്ട്. ആ ഒരു സംഗതി ഇപ്പോൾ മിക്കവർക്കും നല്ല ഷാർപ്പായിട്ട് കൂർത്ത രീതിയിലാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഇതിന് കാരണം എന്ന് വെച്ചാൽ നമ്മൾ പണ്ട് കാലങ്ങളിൽ മിക്കവരും വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ വെജിറ്റബിൾ ബേസ്ഡ് ഫുഡൊക്കെ ഫ്രൂട്ട്സൊക്കെയാണ് നമ്മൾ കഴിച്ചുകൊണ്ടൊക്കെ ഇരുന്നത്. എന്നാൽ ഇപ്പോൾ നമ്മൾ കാർണിവോറസ് ആയിക്കൊണ്ട്, കാർണിവോറസ് അല്ല നമ്മൾ ഓംനിവോറസ് ആണ് ആക്ച്വലി. പക്ഷെ നമ്മൾ ചിക്കൻ പോലുള്ള പല കാര്യങ്ങളും, ചിക്കൻ മീറ്റ് അങ്ങനെ പല ഫുഡ് ഐറ്റംസ് നമ്മളിപ്പോൾ കഴിക്കാറുണ്ട് കൂടുതലായിട്ട്. അത് കാരണം തന്നെ നമുക്ക് ച്യൂ ചെയ്യാനായിട്ട് അല്ലെങ്കിൽ സിംഹത്തിനെ പോലെ നമുക്ക് ച്യൂ ചെയ്ത് കഴിക്കുന്നതിനായിട്ട് ഈ ഒരു കൂർത്ത പല്ല് ആവശ്യം വരികയും അതുകൊണ്ടാണ് നമ്മുടെ പല്ലിലെ ഈ സ്ട്രക്ചറിനൊക്കെ ചേഞ്ചസ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത് പറയുന്ന കാര്യം നമ്മുടെ ചെവിയുടെ മസിൽസിനെ പറ്റിയാണ്. നമുക്കറിയാം, നമുക്ക് ചിലർക്കൊക്കെ ചെവി ഇങ്ങനെ ജസ്റ്റ് മൂവ് ചെയ്യാനായിട്ട് പറ്റും, ചലിപ്പിക്കാനായിട്ട് സാധിക്കും. ഇതിന് കാരണം ചെവിയിലെ മസിൽസാണ്. പക്ഷേ ഇതിൻ്റെ ആക്ച്വലിയുള്ള യൂസ് എന്തുമായിരുന്നു? നമുക്കറിയാം, നമ്മുടെ പട്ടി, പൂച്ച അങ്ങനെ പല ജീവികൾക്കും ഇതിന് സൗണ്ട് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ ചെവി, ആ കൂർത്ത ചെവികൾ അവർ പോയിന്റ് ചെയ്യാറുണ്ട് ആ ഒരു ഡയറക്ഷനിലേക്ക്. ആ ഒരു പോയിന്റ് ഔട്ട് ചെയ്യുമ്പോഴത്തേക്കും ആ ഒരു സ്ഥലത്ത് നടക്കുന്ന സൗണ്ട് എല്ലാം വ്യക്തമായിട്ട് വളരെ ക്ലാരിറ്റിയോട് തന്നെ അവർക്ക് മനസ്സിലാക്കാനും അവരുടെ ഇരയെ പിടിക്കുന്നതിനായിട്ട് അല്ലെങ്കിൽ എന്ത് തന്നെ ടാസ്ക് അല്ലെങ്കിൽ സ്വയം രക്ഷയ്ക്കായിട്ടും അവർക്ക് അതിനെ യൂസ് ചെയ്യാനായിട്ട് സാധിക്കും. നമുക്ക് മനുഷ്യർക്കും അത് തന്നെയാണ്. നമ്മൾ പറഞ്ഞില്ലേ, പണ്ട് ഹണ്ടർ ഗേദേഴ്സ് ഒക്കെ നമ്മളായിരുന്നു. അങ്ങനെ നിരീക്ഷിക്കുന്നതിനായിട്ട് പല കാര്യങ്ങൾക്ക് കൂടുതലായിട്ട് നമ്മൾ കുറച്ചുകൂടി ആക്റ്റീവായിട്ട് ഇരിക്കുന്നതിനായിട്ടായിരുന്നു നമുക്ക് ആ ഇയർ മസിൽസ് ഉണ്ടായിരുന്നത്. എന്നാൽ ഇപ്പോൾ മിക്കവർക്ക് ഈ മസിൽസ് ഉപയോഗിക്കാൻ പറ്റുന്ന അളവ് വളരെ രീതിയിൽ കുറഞ്ഞു വരികയാണ്. കാരണം നമ്മളതിനെ യൂസ് ചെയ്യാനുള്ള ആവശ്യമില്ല. നമ്മൾ യൂസ് ചെയ്യാത്തതുകൊണ്ട് തന്നെ ആ മസിൽസിന്റെ കഴിവ് അവിടെ നഷ്ടപ്പെടുകയും ഈ ചെവി ചലിപ്പിക്കാനുള്ള കഴിവ് നമുക്ക് നശിക്കുകയും ചെയ്യുന്നു. അടുത്ത് പറയാൻ പോകുന്ന കാര്യം നമുക്ക് രോമാഞ്ചം വരുന്നതിനെ പറ്റിയാണ്. ഗൂസ് ബംസ് അല്ലെങ്കിൽ രോമാഞ്ചം നമുക്ക് പറഞ്ഞു വരാറുണ്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ അല്ലെങ്കിൽ ചില സിറ്റുവേഷനിലൊക്കെ നമ്മൾ ആ ഒരു മൂഡിൽ നമുക്ക് ഇരിക്കുന്ന സമയത്ത് പെട്ടെന്ന് രോമാഞ്ചം വരാറുണ്ട്. ഈ രോമാഞ്ചം ആക്ച്വലി മൃഗങ്ങൾക്കല്ല. നമുക്കറിയാലോ, ഈ നമ്മുടെ വീട്ടിലെ പട്ടിയും പൂച്ചയും തമ്മിൽ ഫൈറ്റ് ചെയ്യാൻ സമയത്ത് അല്ലെങ്കിൽ അടികൂടാൻ നേരത്ത് നമ്മുടെ പൂച്ച ഇങ്ങനെ സൈസൊക്കെ ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് ഇങ്ങനെ നിൽക്കാറുണ്ട്, നല്ല രോമാഞ്ചമൊക്കെ എണീപ്പിച്ച് നിർത്തി. ഇതിന് കാരണം വെച്ച് കഴിഞ്ഞാൽ ഈ പൂച്ചയ്ക്ക് ഈ പട്ടിയുടെ മുന്നിൽ ഡോമിനൻസ് കാണിക്കണം, അത് കുറച്ചുകൂടെ വലിപ്പമേറിയതാണെന്നും അതിനൊരിക്കലും ഡിഫീറ്റ് ചെയ്യാൻ സാധിക്കില്ല എന്നും ഒക്കെ കാണിക്കുന്നതിനാണ് ഈ ഒരു രോമാഞ്ചം പൂച്ചയ്ക്കൊക്കെ ഉണ്ടാകുന്നത്. ഇത് മാത്രമല്ലാതെ ഈ തണുപ്പിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നതിനായിട്ട് പല ജീവികൾക്കും ഈ ഗൂസ് ബംസ് ഉണ്ടാവാറുണ്ട്. ഇത് കാരണം തന്നെ ഹെയറൊക്കെ നല്ല ഇറക്റ്റായി നിൽക്കുന്നത് കാരണം തന്നെ ഈ ഹെയർസ് തമ്മിലുള്ള, ഈ മുടികൾ തമ്മിലുള്ള ഗ്യാപ്പ് ഇങ്ങനെ ഇൻക്രീസ് ചെയ്ത് കുറച്ചുകൂടി തിക്കായിട്ട്, കുറച്ചുകൂടി ഇൻക്രീസായി, കുറച്ചുകൂടി സൈസ് കൂടി നിൽക്കാനായിട്ട് സാധിക്കും. അതുകൊണ്ട് തന്നെ ഈ ചുറ്റുമുള്ള തണുപ്പിൽ നിന്നായാലും ഒക്കെ രക്ഷപ്പെടാനായിട്ട് സാധിക്കും. അതിന് ഈ ഒരു കഴിവ് നമ്മളെ മൃഗങ്ങൾക്കെല്ലാം നൽകുന്നതിനായിട്ട് എല്ലാ ഹെയർ നോഡിക്കിൾസിലും ഇതേപോലത്തെ ഹെയർ ഇറക്റ്റ് ചെയ്യുന്നതിനുള്ള മസിൽസ് കാണാൻ സാധിക്കും. ഇത് തന്നെയാണ് നമുക്ക് മനുഷ്യർക്കും ഉള്ളത്. എന്നാൽ അതിപ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലയെന്ന് മാത്രം. അടുത്ത് പറയാൻ പോകുന്ന കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, സാധാരണ ഒരു മനുഷ്യർക്ക് എത്ര നിപ്പിൾസ് നമുക്ക് കാണാൻ സാധിക്കും? 2 എണ്ണം അല്ലേ? എന്നാൽ ലോകത്തിലെ പോപ്പുലേഷനിൽ 5% ആൾക്കാർക്കും 2-ലധികം 3, 4, 5 ഒക്കെ നിപ്പിൾസ് കാണാനായിട്ട് സാധിക്കും. ഇതിന് കാരണം എന്ന് വെച്ചാൽ ആക്ച്വലി മനുഷ്യർക്ക് 2-ലധികം നിപ്പിൾസ് ഉണ്ടായിരുന്നു, 4, 5 ഒക്കെ ഉണ്ടായിരുന്നു. എന്നാൽ എവല്യൂഷൻ ഇങ്ങനെ മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന പോലെ, പരിണാമങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് തന്നെ നിപ്പിൾസിന്റെ അളവ് കുറഞ്ഞു വരികയും, കാരണം നമ്മുടെ വീട്ടിലെ മൃഗങ്ങൾക്ക് തന്നെ കുട്ടികൾ ഉണ്ടാവുകയാണെങ്കിൽ 4, 5 കുട്ടികൾ ഉണ്ടാവാറുണ്ട്. നമ്മുടെ മനുഷ്യരുടെ കാര്യം അതുപോലെ തന്നെയായിരുന്നു. 2, 3 കുട്ടികളൊക്കെ ഒരു സമയത്ത് തന്നെ ഉണ്ടാകുമായിരുന്നു. എന്നാൽ ഇപ്പോഴങ്ങനെയല്ല, 1, 2 കുട്ടികളാണ് ഒരു സമയത്ത് തന്നെ ജനിക്കാറുള്ളത്. ഇതുകൊണ്ട് തന്നെ അധിക നിപ്പിൾസിന്റെ അളവ് നമുക്ക് ആവശ്യമില്ലാതെ വരികയും പതിയെ നിപ്പിൾസിന്റെ എണ്ണം നമ്മുടെ ശരീരഭാഗത്ത് നിന്ന് കുറഞ്ഞു വരികയും ചെയ്തു. നിങ്ങൾക്ക് എല്ലാവർക്കും തന്നെ പരിചയമുള്ള ഒണ്ടാഷനിലുള്ള പാട്ടുകാരനായ ഹാരിക്കും 2-ലധികം നിപ്പിൾസ് ഉണ്ടായിരുന്നു. ഇതൊക്കെ കുറച്ചു കാലം മുന്നേ നമ്മുടെ വാട്സാപ്പിലൊക്കെ വൈറലായിട്ട് നിന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണ് നമ്മുടെ ബോഡിയിൽ മെയിനായിട്ട് സംഭവിച്ച കുറച്ച് കാര്യങ്ങൾ. ഇനിയും ധാരാളം കാര്യങ്ങളുണ്ട്. ഇതിനെക്കുറിച്ച് കൂടുതൽ നിങ്ങൾക്ക് അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ സെക്കൻഡ് പാർട്ട് ആവശ്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ കമന്റ് ചെയ്യുക. പുതിയ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്സ് ഉണ്ടെങ്കിൽ അത് നിങ്ങൾ കമന്റ് ചെയ്യുക. വീഡിയോയിലൊക്കെ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. ഇഷ്ടമെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ പേര് ആദർശ്. താങ്ക്സ് ഫോർ വാച്ചിങ്.